അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പെരുന്നാൾ ദിവസം മയക്കുമരുന്നിനെതിരെ ഒരു പ്രതിജ്ഞ എടുക്കുക. സ്വയം ഉപയോഗിക്കാതിരിക്കുക ഇല്ല എന്ന് തീരുമാനിക്കുക. ഞാൻ സ്വയം മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഇനി നല്ല ഞാൻ എല്ലാവരും കരുതുക. ഉപയോഗിക്കാത്തവരുണ്ടാവും, ഇനി ഉപയോഗിച്ചവരൊക്കെ ഉണ്ടാവും. അവർ പറയാം, ഇനി മുതൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ കള്ള്, കഞ്ചാവ് ഇങ്ങനത്തെ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല എന്ന്. അത് കൂടുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവർ നല്ല ഉപദേശം കൊടുക്കുക, അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ പ്രതിജ്ഞ എടുക്കുക. എല്ലാവരും പറയാം, ഉപയോഗിക്കുന്നവർ ഇനി ആരാ ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവരും പറയും ഭയങ്കര പ്രശ്നമാണ്, അത് അവർ ഉപയോഗിക്കുന്നത് വിചാരിച്ചിട്ടല്ല പറയേണ്ടത്. എല്ലാവരും നമ്മൾ പറയാം മയക്കുമരുന്ന് ഭയങ്കര ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. കാരണം വെച്ചാൽ ഒരു വീട്ടിലൊന്നും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത്. പണ്ടൊക്കെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം വീടായിരുന്നു. ഇന്ന് വീട് സുരക്ഷിതമല്ല. അല്ല മക്കളാലും അല്ലെങ്കിൽ കൂടപ്പിറപ്പാലും ഒക്കെ ചിലപ്പം കൊല ചെയ്യപ്പെട്ടേക്കാം. കാരണം ഈ മയക്കുമരുന്നാണ്. അപ്പം അതിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. അതാണ് ഇന്ന് പള്ളിയിൽ നിന്നൊക്കെ ആയിട്ട് സന്ദേശം. അതാണ് അത് നിങ്ങളായി പങ്കുവെച്ചെന്നുള്ളൂ. ഈ മയക്കുമരുന്നിൽ നിന്നൊക്കെ നമ്മളെ മക്കളെയൊക്കെ പഠിച്ചവൻ കാക്കട്ടെ, അതുപോലെ എല്ലാവരെയും കാക്കട്ടെ. അതിൻ്റെ അങ്ങനെ അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ അത് ഉപയോഗിക്കുന്ന നല്ല മനസ്സ് കൊടുക്കട്ടെ അല്ലാഹു തആല. കാരണം ഇത് ഉപയോഗിച്ചാൽ ഭവിഷ്യത്തുണ്ടാവുന്ന മനസ്സ് കൊടുത്തിട്ട് അവർക്കൊക്കെ അതിൽ മാറ്റം വരുത്താൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ പഠിച്ചവൻ. കൂടുതൽ നമുക്കും ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്യാം, നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ഒന്ന് മെയിൻ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്യാം. മാറി കിട്ടിയിരിക്കും, കിട്ടട്ടെ. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് പറയാനുള്ളത്.